പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം, അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾക്ക് അതീതമാണ് വിശ്വാസത്തിന്റെ ബേസ് എന്നുള്ള നിലയിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ ക്രൂശ് പുനരുദ്ധാനമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വായിച്ച വാക്യം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. യേശു വിശ്വാസത്തെ ആരംഭിച്ചവനും പൂർത്തീകരിച്ചവനും. അപ്പം നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം 10-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ വിശ്വാസത്താലുള്ള നീതിയെ കുറിച്ചാണ് നീതിമാൻ എന്ന നിലയിൽ അവിടെ പറയുന്നത്. അപ്പൊ വിശ്വസിച്ച് നീതീകരിക്കപ്പെടണമെങ്കിൽ വിശ്വസിക്കാൻ എന്തെങ്കിലും വേണം. അതിനൊരു റീസൺ ഇല്ലായിരുന്നു അവർക്ക്. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനം അവർക്കൊരു കാരണമായി മാറി. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, എന്റെ നീതിക്കായിട്ട് യേശു ഉയർത്തുന്നിട്ട് എന്ന ബോധ്യം അവരുടെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റി. അവർക്ക് സ്വസ്ഥതയും ധൈര്യവും പ്രത്യാശയും ലഭിക്കാൻ അത് കാരണമായിട്ട്. ഇത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും ജീവിതത്തിനകത്ത് യഹൂദന്മാർക്ക് ദൈവം നൽകിയിരുന്ന വാഗ്ദത്തമാണ് മെഷിയ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ് മെഷിയ. എന്നാൽ മാനവജാതിയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ഇപ്പൊ എന്താണ്? അതായത് യേശുക്രിസ്തുവിലൂടെ രണ്ട് കാര്യം സാധ്യമാക്കി. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ ലംഘനത്താൽ മനുഷ്യന് വന്ന വീഴ്ചയ്ക്കും പരിഹാരം കൊടുത്തു. അതുപോലെ തന്നെ ആദാമിന്റെ ലംഘനത്താൽ, ആദാമിന്റെ അനുസരണക്കേട് കൊണ്ടുവന്ന പാപത്തിനും കർത്താവ് പരിഹാരം വരുത്തി. അപ്പൊ ലംഘനത്തിനും പാപത്തിനും ഒരുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും പരിഹാരമായി തീർന്നു. അപ്പൊ അങ്ങനെ പരിഹാരമായി തീർന്നപ്പോൾ യേശുക്രിസ്തുവിലൂടെ വിശ്വാസം സ്ഥാപിക്കപ്പെടും. അതിനുമുമ്പ് വിശ്വസിച്ചുള്ള രക്ഷയില്ല, അതിനുള്ള സാഹചര്യങ്ങളില്ല, സാധ്യതയില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനത്തിലൂടെ അതോടുകൂടെ സംഭവിച്ചത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്നൊരു തലത്തിലേക്ക് ആയിത്തു. അപ്പൊ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഞാനും. അതൊരു വലിയ ധൈര്യമാണ്, നമുക്ക് വലിയൊരു ഉറപ്പ് തരുന്നൊരു കാര്യമാണ്. വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. അപ്പൊ നമുക്കിവിടെ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആത്മാവിനെ, യേശുക്രിസ്തുവിനെ പ്രാപിച്ചു, യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ ഞാനും ആ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വിശ്വസിച്ചവരാ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തികളില് അതിന്റെ 19-ാം അധ്യായത്തിൽ നമുക്കത് അവിടെ വായിക്കാൻ, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 1-ാം വാക്യം, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അവരോട് പൗലോസ് ചോദിച്ച ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പൊ ആത്മാവിനെ പ്രാപിക്കാനുള്ള യോഗ്യത എന്താണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള യോഗ്യത എന്ന് ഇവിടെ പറയുന്നത്? വിശ്വസിച്ചിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വാക്യം പറയുന്നതനുസരിച്ച് ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള യോഗ്യത? വിശ്വസിക്കുന്നവർക്ക്. അപ്പോഴവിടെ ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അവിടെ അത് വളരെ വ്യക്തതയോടെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മൾ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അതായത് യഹൂദന്മാരുടെ ജീവിതത്തിനകത്ത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ തികച്ച് അവർ രക്ഷ പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അതുകൊണ്ട് അവർക്കൊരു വലിയ പ്രതീക്ഷ രക്ഷയെക്കുറിച്ച്. എന്നാൽ അതേ സമയത്ത് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയിൽ അവർ വസിക്കുന്ന അതേ കാലത്ത് തന്നെ, അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാണ്. യേശു നിവർത്തിച്ചു. അപ്പൊ യേശുക്രിസ്തുവിടെ ന്യായപ്രമാണം ന്യായപ്രമാണത്തെ നിവർത്തിച്ചു.
അപ്പൊ ന്യായപ്രമാണത്തിന് നിവൃത്തി, ന്യായപ്രമാണത്തിന് എൻഡ്, ന്യായപ്രമാണം ക്രിസ്തുവിൽ അവസാനിച്ചു. അപ്പോൾ ഇനി എന്തില്ല? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ തികച്ചുള്ള രക്ഷയില്ല. അപ്പോൾ ഇനി വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസം, പ്രവൃത്തിയല്ല. ഇപ്പൊ എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, യേശുവിന്റെ അകൃത്യങ്ങളിൽ ലംഘനങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ അവന് ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം. പരിശുദ്ധാത്മാവിന് ലഭിക്കും എന്താ സംഭവിക്കുന്നത്? മക്കളായിത്തീരും. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മകൻ എന്ന പദവിയിലേക്കായിത്തീരും. അതാണ് വചനം പറയുന്നത്. റോമാലേഖനം 8:15. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോ പുത്രത്വമാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ആരായിട്ട് മാറി? പുത്രന്മാരായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് യഹൂദന്മാർക്ക് വാഗ്ദത്തം നൽകപ്പെട്ടിരുന്ന ദാവീദിന് പിന്തുടർച്ചക്കാരനായി വരുന്ന മശിഹ എന്ന രാജാവിന്റെ മേലുള്ള പ്രതീക്ഷ. എന്നാൽ അതിനതീതമായി തങ്ങളെ നടത്തുന്ന ഒരു രാജാവിനെ അവർ പ്രതീക്ഷിച്ചിരുന്നപ്പോ തങ്ങളെ നടത്തുന്ന ഒരാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ആൾറെഡി ആർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു? മക്കൾക്ക്. ആർക്കാ? ജാതികൾക്ക്, ഇല്ലെങ്കിൽ സകല മാനവ ജാതിക്കും. അഥവാ യഹൂദനാകട്ടെ, യവനനാകട്ടെ, സ്ത്രീ ആകട്ടെ, പുരുഷനാകട്ടെ, സമ്പന്നനാകട്ടെ, ദാസനാകട്ടെ, യജമാനാകട്ടെ, എല്ലാവരും ആത്മാവിന ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവിയിലേക്ക് നടത്തപ്പെട്ടു. അതൊരു വലിയ മാറ്റമായിരുന്നു. വിശ്വസിച്ച്, അപ്പൊ യേശുവിൽ എന്താ സംഭവിച്ചത്? യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തും. അപ്പൊ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. വേറെ എങ്ങും നോക്കരുത്. എവിടെ നോക്കാവുള്ളൂ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. അപ്പൊ അങ്ങനെ അവര് യേശുവിനെ നോക്കുക. അവര് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് യേശുവിനെ കുറിച്ച് അറിവില്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവില്ല. അവരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നുവെങ്കിലും അവർ തിരിച്ചറിഞ്ഞു. വചനം പറയുന്നല്ലോ, അവൻ ലോകത്തിൽ ഉണ്ടായിട്ടും അവരോ അവനെ അറിഞ്ഞില്ല. ഇവിടെ യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചത് പൂർത്തീകരണം, വിശ്വാസത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു. അങ്ങനെ നിങ്ങൾക്കും എനിക്കും ലഭിച്ച പദവി എന്ന് പറയുന്നത് വിശ്വാസത്താൽ എന്ത് സംഭവിച്ചു? രക്ഷാപൂർത്തി പ്രാപിച്ചു. രക്ഷാപൂർത്തി പ്രാപിച്ചു. വാവ്, ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. വിശ്വാസത്താൽ നാം എന്ത് പ്രാപിച്ചു? രക്ഷാപൂർത്തി പ്രാപിച്ചു. അത്ഭുതം, അത്ഭുതം. അതായത് പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയത്. അതായത് യേശുവിനെ എല്ലാവർക്കും അറിവുണ്ട് യേശുവിനെ കുറിച്ച്, പക്ഷെ നിങ്ങൾക്കും എനിക്കും യേശു ക്രിസ്തു വെളിപ്പാടായിട്ട് മാറി. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജ്. ആ ഒരു പ്രിവിലേജ് ആണ് നമ്മളെ ഇപ്പോൾ നാം ആയിരിക്കുന്ന പദവിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത്, ദൈവ മക്കൾ എന്ന പദവി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മക്കളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി മറ്റൊന്നിനും നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യമല്ല. സാധ്യമല്ലെന്നേ, സാധ്യമല്ല. ഇപ്പോഴിവിടെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുത, യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, വലിയ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ ഉറപ്പ് നമുക്ക് കൊണ്ടുതന്നു. അതിനെ ഒരിക്കലും നിസ്സാരമായി നിങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിശ്വാസവീരന്മാരുടെ പട്ടികയെല്ലാം പറഞ്ഞു വന്നിട്ട് ഞാൻ ആ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 12-1-2 വാക്യം. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. അപ്പൊ ഇവിടെ പറയുന്നത് സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കും.
അപ്പൊ അവിടെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. അതായത് ചിന്തിച്ചു നോക്കി, വിശ്വാസവീരന്മാരുടെ പട്ടികയൊക്കെ പറഞ്ഞപ്പോഴേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം, അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുഭവിച്ച സ്ട്രഗിള്, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, യോസഫ്, അവരൊക്കെ എത്രയോ പ്രയാസങ്ങളിൽ കൂടെ, വെല്ലുവിളികളിൽ കൂടെ കടന്നുപോയി. അപ്പൊ നമുക്കും പ്രാപിക്കണമെങ്കിൽ ഈ പ്രയാസത്തിൽ കൂടെ ഒക്കെ പോണം. യോസഫിന്റെ ജീവിതത്തിൽ ആ ഒരു പദവിയിലെത്താനായിട്ട് എത്രയോ വെല്ലുവിളികളിൽ കൂടെ കടന്നുപോയി. ദാവീദ് രാജാവ് എന്ന സ്ഥാനത്തെത്താൻ എത്ര മാത്രം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് വായിച്ചു തീരുമ്പോ നിങ്ങളുടെ അകത്ത് സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നിങ്ങളുടെ ചുറ്റും നിൽക്കുക, കഷ്ടപ്പാടിൽ കൂടെ കടന്നുപോയിട്ട് അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു ഭാരം ഉണ്ടാകും. പാപവും വേണ്ട, എന്താ? അവിശ്വാസം എന്ന പാപവും വേണ്ട. ഇത് രണ്ടിനെയും കളഞ്ഞിട്ട്, ഇത് രണ്ടിനെയും നിങ്ങൾ എടുത്തു മാറ്റിയിട്ട് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി, അതായത് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അബ്രഹാം ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അനുഗ്രഹം പ്രാപിക്കാനായിട്ട് യഹൂദന്മാർ ചിലത് ചെയ്യണമായിരുന്നു. മോശയുടെ കൂടെ വന്ന ജനം ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അവരെ നോക്കിയാൽ നിങ്ങൾ ചെയ്യാൻ പോണം. പക്ഷെ യേശുവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തവനെയാണ് നിങ്ങൾ കാണുന്നത്. ആമേൻ. രണ്ട് കാര്യമാണ്. അവരാരും പൂർത്തി പ്രാപിച്ചില്ല, എന്നാൽ യേശു പൂർത്തീകരിച്ചു. ഓട്ടം തികച്ചു, ഓട്ടം പൂർത്തിയാക്കി. ഇനി യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയുടെ ഓട്ടമാണ് പൂർത്തിയാകുന്നത്. ഇവിടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കും. നിങ്ങളുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിലേക്ക്. അപ്പൊ ഇവിടെ യേശുവിലേക്ക് നോക്കുമ്പോൾ നമുക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ബോധ്യം, ഹല്ലേലൂയ, അവരവർ വിശ്വസിച്ച് അവരവരുടെ പ്രവൃത്തിയാൽ അവരവരുടെ രക്ഷ പ്രാപിച്ചെടുക്കും. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കും എനിക്കും വേണ്ടി, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ലോകത്തിൽ സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് കാരണക്കാരനായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നോക്കേണ്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ, യേശുവിലേക്ക് നോക്കുക. യേശു ക്രിസ്തുവിലേക്ക് നോക്കുക, വേറെ എങ്ങും നോക്കരുത്. ലുക്ക് ആൻഡ് ടു ജീസസ്. യേശുവിലേക്ക് നോക്കുക. ഈ യേശുവിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, പ്രയോജനം എന്ന് പറയുന്നത്, രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൽ ഞാൻ നിൽക്കുക എന്നൊരു അറിവാണ് അവിടെ ലഭിക്കുന്നത്. അതായത് യേശു എന്റെ പാപത്തിനുവേണ്ടി മരിച്ചു, അവന്റെ മരണത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ മകനായി മാറി. ഈ ബോധ്യമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ബോധ്യമാണ് എൻ്റെ ജീവിതത്തിലെ അവസ്ഥയെ മാറ്റുന്നത്. ഇതാണ് ആവശ്യം. ഇതാണ് ഇന്നത്തെ ആവശ്യം. പ്രൈസ് ഗോഡ്. അപ്പൊ എന്ത് ചെയ്യുക? യേശുവിലേക്ക് നോക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോകരിലേക്കുള്ള നോട്ടമില്ലേ, അത് നമ്മളെ പലപ്പോഴും നമ്മളെ സ്ട്രഗിളിലേക്ക്. യേശുക്രിസ്തുവിനാണ് വിശ്വാസത്തിന്റെ തുടക്കവും പൂർണ്ണതയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രൊവിഷനിലേക്ക് നോക്കുന്നവരെ, പ്രോസ്പെറിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു അപാകത എന്ന് പറയുന്നത്, പ്രൊവിഷൻ അതാണ് എൻ്റെ എല്ലാം എന്നൊരു ചിന്തയിലാണ് നമ്മൾ വാഴുന്നത്. ഈ പഴയ നിയമത്തിൽ കാണുന്നതെല്ലാം പ്രൊവിഷനാണ്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ്. പ്രൊവിഷൻ ഈസ് നത്തിങ്, പ്രോസ്പെറിറ്റി ഈസ് റിയൽ. പഴയ നിയമത്തിൽ കണ്ട സംഭവങ്ങളില്ലേ, ദാറ്റ് ഓൾ ആർ പ്രൊവിഷൻ.
പ്രോസ്പെറിറ്റി ഈസ് ക്രൈസ്റ്റ്. പഴയ നിയമത്തിൽ കാണുന്നില്ല, വിശ്വാസത്തിന്റെ തുടക്കകാര്യങ്ങൾ അതല്ല, പക്ഷെ പൂർണ്ണത കാണുന്ന യേശു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന് അത് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിലേക്ക് നോക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും ഈ പ്രോസ്പെറിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ അകത്തൊരു വേറൊരു ചിന്തയാണ് വരുന്നത്. ഈ പ്രോസ്പെറിറ്റി അതൊരു വചനത്തിന് വിരുദ്ധമായതല്ലേ? ശരിക്കും പറഞ്ഞ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യത്തിനകത്തും സമൃദ്ധി. അതെവിടെയാ കിട്ടുന്നത്? പണത്തിലാണ്? വലിയ വീട്ടിലാണ്? വില കൂടിയ കാറിലാണ്? അല്ല. ക്രിസ്തുവാണ് സകലത്തിന്റെയും സമ്പൂർണത. പ്രോസ്പർ, ഹോൾനെസ്. ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പണമാണെങ്കിൽ, നമ്മൾ യോസഫിനെ കുറിച്ച് കാണുന്നത്, യോസഫ് തന്റെ യജമാനന്റെ ഭവനത്തിൽ കൃതാർത്ഥനായിരുന്നു എന്നതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ജോസഫ് വാസ് എ പ്രോസ്പേർഡ് മാൻ ഇൻ ഹിസ് മാസ്റ്റേഴ്സ് ഹൗസ്. അപ്പൊ അവിടെ യോസഫിന് പണമാണ് പ്രോസ്പെറിറ്റി എങ്കിൽ, യോസഫ് അവിടെ പ്രോസ്പർ അല്ലല്ലോ. യോസഫിന് എത്ര രൂപ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യഹോവ അവനോട് കൂടി ഇരുന്നു. അതിലും വലിയ പ്രോസ്പെറിറ്റി എന്താ? അപ്പൊ എന്താ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നത്തിങ് അബൌട്ട് മണി. അപ്പൊ നമ്മുടെ ഈ വ്യത്യാസം മനസ്സിലാക്കണം. വാട്ട് ഈസ് പ്രൊവിഷൻ? വാട്ട് ഈസ് പ്രോസ്പെറിറ്റി? വാട്ട് ഈസ് പ്രൊവിഷൻ? വാട്ട് ഈസ് പ്രോസ്പെറിറ്റി? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മളത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ട് അവനെ വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന് ദൈവം തലമുറകളെ നൽകുമെന്ന് വാഗ്ദത്വം കൊടുത്തു. അങ്ങനെ വാഗ്ദത്വം ലഭിച്ചവനായ അബ്രഹാം മകനെ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു, കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. കിട്ടി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ സാറയുടെ ഉപദേശപ്രകാരം മിസ്രൈമ ദാസിയായ ഹാഗറിന്റെ അടുക്കൽ പോവുകയും അവിടെ അവന് കുഞ്ഞ് ജനിക്കുകയും ചെയ്തു, ഇസ്മായേൽ. ആ ഇസ്മായേലിനെ പിന്നത്തതിൽ സാറയുടെ നിർബന്ധത്താൽ, അതായത് ഹാഗർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ സാറയോടുള്ള ഹാഗറിന്റെ പെരുമാറ്റം മാറി എന്ന് മനസ്സിലാകത്തക്കൊണ്ടൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് സാറയ്ക്ക് അത് മാനസികമായി വലിയ സംഘർഷം. അതുകൊണ്ട് സാറ പറഞ്ഞു, പുറത്താക്കിയേ പറ്റൂ, ദാസിയെ മകനെ പുറത്താക്കണം. പിന്നത്തതിൽ ഇസഹാക്കിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ആവശ്യത്തിന്റെ പ്രഷർ കൂടി, ആ ആവശ്യത്തിന്റെ എന്താ പറയുന്നത്, പ്രാധാന്യവും കൂടി. അപ്പൊ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവം സംസാരിച്ചു, സാറ പറഞ്ഞത് അനുസരിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇസ്മായേലിനെയും ഹാഗറിനെയും പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 21-ാം അധ്യായത്തില് അവിടെ ഇങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അബ്രഹാം ഒരു പാത്രം വെള്ളവും അപ്പവും എടുത്ത് കൊടുത്തയച്ചു. 21-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. ഒരു പാത്രം വെള്ളമുണ്ട്, അപ്പമുണ്ട്, കുട്ടിയും. എന്നാൽ ഇവളൊരു സ്ഥലത്തെത്തി, മരുഭൂമിയിലെത്തി. അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്, വെള്ളം തീർന്നുപോയി, തുരുത്തിയിലെ വെള്ളം ചെലവായി. അപ്പോഴ് അവൾ ആ കുട്ടിയെ കൊണ്ട് ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടിട്ടേച്ച് ഒരു അമ്പിൻപാടെ ദൂരെ മാറിയിരുന്ന് നിലവിളിക്കുകയാണ്, എനിക്ക് ബാലന്റെ നിലവിളി കാണേണ്ട, കേൾക്കേണ്ട, മരണം കാണണ്ട. പക്ഷെ ദൈവം അവിടെ ഇറങ്ങി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാഗർ
ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് അവന്റെ നിലവിളി ഞാൻ കേട്ടു. അവന്റെ നിലവിളി ഞാൻ കേട്ടു. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചു അവളോട്, ഹാഗറെ നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് നിലവിളി കേട്ടു എന്നവിടെ വചനത്തിൽ എഴുതിയിരിക്കുമ്പോ ദൈവം കർത്താവ് തുടർന്ന് ദൂതൻ പറഞ്ഞൊരു കാര്യം, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊടുക്കുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അറിയിച്ചു. 19 വാക്യം, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളവും നിറച്ച് ബാലനെ കുടിച്ചു. ഇപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, അവിടെ ഒരു ഉറവയുണ്ടായിരുന്നു. അപ്പൊ ആ ഉറവയുടെ അബ്രഹാം പോലും അറിഞ്ഞില്ല കേട്ടോ. അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്തു വിട്ടപ്പോ ഈ തുരുത്തിയിലെ വെള്ളം അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഉറവിന്റെ അരികിൽ വരെ എത്താനുള്ളതാണ് ഈ വെള്ളമെന്ന് അബ്രഹാം അറിഞ്ഞില്ല. ഈ മകനെ ഓർത്ത് നിലവിളിക്കുന്ന ഹാഗർ അറിഞ്ഞില്ല, ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ഒരു സ്ഥലത്താണ്. ദൈവം അബ്രഹാമിനെ ആ തുരുത്തിയിലെ വെള്ളം തന്നു വിട്ടപ്പോ ഞാൻ ഓർത്ത് ഇതുകൊണ്ടാണ് എന്റെ ജീവിതമെന്ന്, ഇത് തീർന്നാൽ എല്ലാം കഴിഞ്ഞുവെന്ന്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, പ്രൊവിഷനിൽ ആശ്രയിക്കുന്ന നിങ്ങൾ, ജോലിയിൽ ആശ്രയിക്കുന്ന നിങ്ങൾ, നിങ്ങളെ സഹായിക്കുന്ന വ്യക്തിയിൽ ആശ്രയിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ സാധ്യതകളിൽ ആശ്രയിക്കുന്ന നിങ്ങൾ പറയും, ഓ പ്രൊവിഷൻ ഈസ് സംതിങ്, അയ്യോ ഇത് ഈ പ്രൊവിഷൻ ആണ് എന്റെ അല്ല, ഈ പ്രൊവിഷൻ ആണ് എന്റെ എല്ലാം. ദാറ്റ് ഈസ് റോങ്. അബ്രഹാം ഹാഗറിന് കൊടുത്തു വിട്ടത് തുരുത്തിയിലെ വെള്ളം ഈസ് പ്രൊവിഷൻ, ബട്ട് അവിടുത്തെ നീരുറവ ഈസ് പ്രോസ്പെറിറ്റി. ഞാൻ പറയട്ടെ, പ്രൊവിഷൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ, പ്രോസ്പെറിറ്റി ആണ് ദൈവത്തിന്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ പ്രൊവിഷനിലാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ പ്രൊവിഷൻ തീരുമ്പോൾ നിങ്ങളുടെ ദർശനവും പ്രത്യാശയും സന്തോഷം എല്ലാം ഉണ്ട്. പക്ഷെ ഇഫ് യു ആർ റിയലി ഫോക്കസ്ഡ് ഇൻ പ്രോസ്പെറിറ്റി, then provision will be continue one after another. ഒരു പ്രൊവിഷൻ തീരുമ്പോ അടുത്ത പ്രൊവിഷന്റെ വഴി കർത്താവ് തുടർന്നിരിക്കും. ബിക്കോസ് യു ആർ എ പ്രോസ്പെറസ് മാൻ, ബിക്കോസ് ഗോഡ് ഈസ് ഇൻ യു, ഗോഡ് ഈസ് വിത്ത് യു. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പ്രൊവിഷനെയാണ് നമ്മൾ പ്രോസ്പെറിറ്റി കാണുന്നത്. ദാറ്റ് ഈസ് റോങ്. Job is provision. Money is provision. Business is provision. Whatever you have, car ആകട്ടെ, വീടാകട്ടെ, ഇതെല്ലാം provision ആണ്. But the prosperity is Christ himself. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ, when you are focused in Christ, the real provision, real prosperity, ആ യഥാർത്ഥ സമൃദ്ധിയാകുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ പ്രൊവിഷനെ നിങ്ങൾ കണ്ണടയ്ക്കും. പ്രൊവിഷനെ കുറിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ പണമല്ല, എനിക്കൊരു കർത്താവുണ്ട്, എന്നെ അറിയുന്നൊരു കർത്താവുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, പ്രൊവിഷൻ ധാരാളമുണ്ട്, ബട്ട് പ്രോസ്പെറിറ്റി, ദ റിയൽ പ്രോസ്പെറിറ്റി വിൽ ചേഞ്ച്. അത് യഥാർത്ഥ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അത് പണമല്ല. പണത്തോട് ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രോസ്പെറിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. പ്രോസ്പർ എന്ന് പറയുന്നത് പണത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നുകൂടെ പറയും, അങ്ങനെയാണെങ്കിൽ യോസഫ് പ്രോസ്പർ അല്ലായിരുന്നു യജമാന്റെ വീട്ടിൽ. പണമാണ് പ്രോസ്പെറിറ്റി അല്ല, പണമല്ല പ്രോസ്പെറിറ്റി. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്യുന്നതെല്ലാം സാധ്യമാണ്. ചിന്തിച്ചു നോക്കിയേ, പ്രോസ്പർ ആയിരുന്നുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കുക. അടുത്ത എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യും. അതായത് യോസഫിന്റെ ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടും എല്ലാം പഴയതെല്ലാം മറന്നു. സമാധാനമുണ്ട്, അകത്ത് ഭയങ്കര സമാധാനം. വിശ്വസ്തനാണ്, പ്രോസ്പറായ ആളാണ്, വിശ്വസ്തൻ. 2, ക്ഷമിക്കാൻ മനസ്സുള്ള, പ്രോസ്പർ. ചെയ്യുന്നതിനകത്ത് കമ്മിറ്റഡ്, പ്രോസ്പർ. അവൻ ചെയ്യുന്നതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു, പ്രോസ്പർ. അവന്റെ യജമാനന് മുമ്പിൽ നിന്ന് ഫേവർ കിട്ടുക, പ്രോസ്പർ. അവൻ യജമാനു മുമ്പ് വിശ്വസ്തനായിട്ടിരിക്കുക, പ്രോസ്പർ. പാപം ചെയ്യാൻ വിസമ്മതിക്കുക, പ്രോസ്പർ. ഇതാ പ്രോസ്പെറിറ്റി, പണമല്ല പ്രോസ്പെറിറ്റി. യോസഫാണ് യഥാർത്ഥത്തിൽ പ്രോസ്പർ ആയിട്ടുള്ള ആള്. എന്താണ്? പാപത്തോട് ഇവിടെ പറഞ്ഞു, പാപം എനിക്ക് വേണ്ട, അഴുക്ക് വേണ്ട, അശുദ്ധി വേണ്ട. അവിശ്വസ്തനല്ല, വിശ്വസ്തനാണ്, ഹാർഡ് വർക്കറാണ്. എനിക്ക് അമ്മയുടെ അപ്പന്റെ സഹോദരങ്ങളുടെ വെറുപ്പൊന്നും ഇവിടെ ഓർത്തിരിക്കാൻ എനിക്ക് സമയമില്ല. പ്രോസ്പർ ആയവൻ അങ്ങനെയാണ്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് കാശ് കൊണ്ടുള്ള കളിയല്ല പ്രോസ്പെറിറ്റി. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കി. അതെ, നിങ്ങളുടെ ജീവിതം മാറിപ്പോയി. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈ ഹാഗറിനെ പോലെ പ്രൊവിഷൻ തീർന്നപ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്,
യു ആർ പ്രോസ്പെറസ്, നീ സമൃദ്ധിയുള്ളവൻ. അതുകൊണ്ട് ഒരു തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോ എന്തിനാ നിലവിളിക്കുന്നത്? ഇതുപോലെ പല തുരുത്തികൾ നിറയ്ക്കുന്ന ഉറവയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോ എന്തിനാ ഭാരം? ഒരു ജോലി പോയപ്പോ എന്തിനാ ഭാരപ്പെടുന്നത്? ഒരു ചെറിയ പ്രയാസം നഷ്ടം ഉണ്ടപ്പോ എന്തിനാ ഭാരപ്പെടുന്നത്? അതുപോലെ തീർന്നുപോയ പല ഭരണികളെ വീണ്ടും വീണ്ടും നിറയ്ക്കുവാൻ ശക്തിയുള്ള ഒരു ഉറവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. സൗഖ്യം, അത്ഭുതം, വിടുതൽ, സമൃദ്ധി എല്ലാം കർത്താവിൽ നിങ്ങൾക്കായിട്ടുണ്ട്. കർത്താവിലേക്ക് നോക്കുക. സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കണം. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പ്രോസ്പെറിറ്റി അതൊന്ന് തിരിച്ചറിയാം. ആ പ്രോസ്പെറിറ്റിയിലൊന്ന് വാഴാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ തുടർച്ചയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡ് മിസ് ചെയ്ത് നിശ്ചയമായിട്ട് നിങ്ങൾ കാണും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് തന്നിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. ആ ദാനങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സമൃദ്ധിയോട് ചേർത്ത് നിർത്തി ഞങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കുന്നത്. സമൃദ്ധി ജസ്റ്റ് ഒരു രോഗസൗഖ്യമല്ല. സമൃദ്ധി അല്പം പണമല്ല. സമൃദ്ധി നമുക്ക് കിട്ടുന്ന കാറോ വീടുകളോ അല്ല. അതിനപ്പുറമായി ദൈവത്തോട് ചേർന്നുള്ള നടപ്പ്, ദൈവത്തിനോട് ചേർന്ന് വസിച്ച് എല്ലാ മേഖലകളിലെയും കർത്താവെ സമ്പൂർണതയും സമൃദ്ധിയും അനുഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവെ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ ആരൊക്കെ ജീവിതത്തിനകത്തെല്ലാം വഴിമുട്ടി എന്ന നിലയിൽ നിൽക്കുന്നു, കർത്താവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ആ പ്രൊവിഷനിൽ നിന്ന്, ദാനങ്ങളിൽ നിന്ന് ആ സമൃദ്ധിയിലേക്ക് ചുവടുകൾ എടുത്ത് പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഈ സമൃദ്ധി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് പറയും പ്രോസ്പെറിറ്റി ഗോസ്പൽ ആണ് എന്നൊരു വാക്ക് പറഞ്ഞ് അതിനെ അങ്ങ് തള്ളിക്കളയും. പക്ഷേ അതല്ല. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ ഉണ്ടല്ലോ. അവിടെ പണം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രധാന ഘടകമല്ല. പണം എന്നല്ല, ഒന്നുമല്ല അവിടുത്തെ ഘടകം. അവിടെ കർത്താവിലുള്ള സർവ്വസമ്പൂർണത. കർത്താവ് സമ്പന്നനായിരുന്നിട്ടും 2 കൊരിന്ത്യർ 8:9 ഇങ്ങനെ പറഞ്ഞു, അവൻ സമ്പന്നനായിരുന്നു. എന്താ സമ്പന്നത? പിതാവിന്റെ മടിയിൽ വസിക്കുക, പിതാവിന്റെ കൂടായിരിക്കുക, പിതാവും അവനും ഒന്നാണെന്ന് ബോധ്യത്തിലിരിക്കുക. അതാണ് ഏറ്റവും വലിയ സമൃദ്ധി. എന്നിട്ട് ദരിദ്രനായ എങ്ങനെ? ആ പിതാവിനാൽ കൈവിടപ്പെട്ട അവസ്ഥ, അതാണ് ശരിക്കും ദാരിദ്ര്യം. അതായത് ദൈവത്താൽ കൈവിടപ്പെടുന്നതിൽ അപ്പുറം വേറെ എന്താ ദാരിദ്ര്യം? അതുകൊണ്ട് പ്രിയപ്പെട്ട അടുത്ത എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അത് അവർക്ക് അനുഗ്രഹമായിരിക്കും. അടുത്ത എപ്പിസോഡ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.